PV അൻവർ കൊളുത്തിവിട്ട കാറ്റിൽ ആടിയുലയുകയാണ് കേരളത്തിലെ CPM-ഉം സർക്കാരും. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പിണറായി ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുതിയ സൂചനകൾ വരുന്നത്. ലോക്സഭയിലെ ദയനീയമായ തോൽവിയെ തുടർന്ന് മുന്നണിയിലും ഭരണത്തിലും അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് പിണറായി. LDF കൺവീനർ സ്ഥാനത്തു നിന്നും EP ജയരാജനെ നീക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയെ തുടർന്നായിരുന്നു. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ EP ജയരാജന്റെ തലയിലിട്ട് CPM മുങ്ങിപ്പോയെന്ന ആക്ഷേപം ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സർക്കാർ ജീവനക്കാരുടെയും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ആനുകൂല്യങ്ങൾ ധനമന്ത്രി KN ബാലഗോപാൽ തടഞ്ഞുവെച്ചതും ലോക്സഭയിലെ ദയനീയ തോൽവിക്ക് കാരണമായതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തുന്നു. തുടർന്ന് ധനവകുപ്പ് ഭരണം ഏറെക്കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏറ്റെടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ധനവകുപ്പ് ചലിക്കുന്നത് തന്നെ. പാവമന്ത്രിയായി തൽസ്ഥാനത്ത് തുടരാൻ KN ബാലഗോപാലിനും ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വകുപ്പിലേക്ക് KN ബാലഗോപാലിനെ മാറ്റും എന്നും സൂചനകളുണ്ട്. അനാരോഗ്യം അലട്ടുന്ന വനം മന്ത്രി AK ശശീന്ദ്രനും ഉടൻ തന്നെ സ്ഥാനചലനമുണ്ടാകും. പകരം കുട്ടനാട് MLA തോമസ് K തോമസ് മന്ത്രിയായേക്കും. NCP പ്രസിഡന്റ് PC ചാക്കോയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു തോമസ് K തോമസിന്റെ മന്ത്രിസ്ഥാനത്തിന് തടസ്സമായത്. ഇവർ രണ്ടുപേരും രമ്യതയിലെത്തിയതോടെ തോമസ് K തോമസ് മന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP അജിത് കുമാറിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട PV അൻവർ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും എന്നാണ് സൂചന. നേരത്തെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അംഗം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തെന്നും വ്യക്തമാക്കിയ അൻവർ തന്റെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആരോപണം മയപ്പെടുത്തുകയും ചെയ്തു. അൻവർ മന്ത്രിസഭയിലെത്തിയാൽ V അബ്ദുറഹ്മാന്റെ മന്ത്രിസ്ഥാനം തെറിക്കും. 2.5 വർഷം കഴിഞ്ഞ് അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടും അബ്ദുറഹ്മാനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പിണറായി അനുവദിക്കുകയായിരുന്നു. 29ഓളം വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചില വകുപ്പുകൾ മന്ത്രിമാർക്ക് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്നതിൽ സജി ചെറിയാന് വീഴ്ച പറ്റി എന്ന വിമർശനവും ശക്തമാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനിൽ നിന്നും സിനിമാ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമെന്ന അഭ്യൂഹവുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മന്ത്രിസഭയുടെ മുഖം മിനുക്കാൻ അതല്ലാതെ മറ്റൊരു പോംവഴിയും പിണറായിയുടെ മുന്നിലുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണ ശരങ്ങളുമേറ്റ് സർക്കാർ ശരശയിലാണെന്ന് ഏറ്റവും നന്നായി അറിയുന്നതും പിണറായിക്ക് തന്നെയാണ്. ഒറ്റച്ചങ്ങാതിമാരായ EP ജയരാജന്റെ കസേര തെറിച്ചതോടെ മുന്നണിയിലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പിടിമുറുക്കിയിരിക്കുകയാണ്. മന്ത്രിമാരായ വീണ ജോർജ്, ബിന്ദു, MP രാജേഷ് ഇവരുടെ പ്രകടനവും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ല. എന്നാൽ ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സാധ്യതകൾ കുറവാണ്. ചില മന്ത്രിമാരുടെ വകുപ്പുകൾ വെച്ചുമാറി മന്ത്രിസഭയ്ക്ക് പുതിയ മുഖം നൽകാനും മുഖ്യമന്ത്രി ആലോചിക്കുന്നു. അനാരോഗ്യം അലട്ടുന്ന പിണറായി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ വിരമിക്കൽ ഘട്ടത്തിലാണ് എന്നും പറയപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ നേതൃത്വമാകും LDF-നെ നയിക്കുക എന്ന സൂചനയുമുണ്ട്. ഏതായാലും പിണറായി വിജയൻ ആ കസേര വിട്ടു പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി അഥവാ കസേര വിട്ടുപോയാൽ റിയാസിനായി ആ കസേര ഉറപ്പിക്കാനുള്ള ശ്രമവും പിണറായി വിജയൻ നടത്തും. ഏതായാലും PV അൻവർ ഉയർത്തുന്ന വിവാദങ്ങൾ ഒട്ടൊന്നുമല്ല പിണറായി വിജയനെ അലട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ADGP അജിത്തിനെയും ഉപേക്ഷിക്കാനും വയ്യ, അൻവറിനെ കൈക്കൊള്ളാനും വയ്യ, ഉപേക്ഷിക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനൊരു പരിഹാരം എന്താണെന്ന് ആലോചിച്ച് തലപുകയ്ക്കുകയാണ് മുഖ്യൻ. മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ മന്ത്രിസ്ഥാനത്തേക്ക് അൻവറിനെ എത്തിച്ചുകൊണ്ട് അനുരഞ്ജനത്തിനുള്ള വഴി തേടുകയാണ് പിണറായി വിജയൻ എന്നാണ് സൂചനകൾ.